ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന പോസ്റ്റ്പാർട്ടം മദേഴ്സ് മസ്റ്റ് ആയിട്ട് ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട സേഫ് ആയിട്ടുള്ള 10 ഫുഡ് ഐറ്റം ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ് ആണ്. എഗ് ഹൈ ഇൻ പ്രോട്ടീൻ ആണ്. ഡെയിലി ബേസിസിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 എഗ് എങ്കിലും ഒരു 3 മാസമെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗീ ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ചെറിയൊരു ക്വാണ്ടിറ്റി എങ്കിലും ഗീ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനും നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസസ് ഒക്കെ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് ബോൺ ബ്രോത്ത് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ടിഷ്യൂ റിപ്പയറിനും ഡൈജസ്റ്റീവ് ഇഷ്യൂസസ് കറക്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലെൻറ്റിൻസ് ആണ്. ഇത് ആക്ച്വലി പ്ലാന്റ് സോഴ്സ് ആണ്. നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡേറ്റ്സ് ആണ്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി എങ്കിലും നമ്മൾ ഡയറ്റിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് ആണ്. പലരുടെയും പ്രശ്നമാണ് ബ്രസ്റ്റ് മിൽക്കിന്റെ സപ്ലൈ കുറവൊക്കെ. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂ മാറ്റാനായിട്ടും ഫെനുഗ്രീക്ക് വാട്ടർ ഒക്കെ എടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി അടുത്ത ഒരു മെയിൻ ഫുഡ് ഐറ്റം ആണ് നമ്മുടെ സോഫ്റ്റ് കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കനും അതേപോലെ തന്നെ ഫിഷും. ഇത് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് ഒമേഗ 3 പ്രസന്റഡ് ആണ്. അതേപോലെ തന്നെ പ്രോട്ടീനും ഹൈ ഇൻ ക്വാളിറ്റി പ്രസന്റഡ് ആണ്. അടുത്തതാണ് മുരിങ്ങ ലീഫ്. അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും മുരിങ്ങ ലീഫ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ പല ഫോമുകളിൽ നമുക്ക് കറിക്കകത്തൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇവൻ നിങ്ങൾക്ക് മുരിങ്ങ ലീഫായിട്ട് കിട്ടത്തില്ലെങ്കിൽ പൗഡർ ആയിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി അയൺ ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട്, നമുക്കൊരു എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ സി നന്നായിട്ട് പ്രസന്റഡ് ആണ്. സ്കിൻ ഇഷ്യൂസസ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് അജ്വൈൻ ആണ്. ഡൈജസ്റ്റീവ് ഇഷ്യൂസസ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഇൻഡൈജഷൻ, ബ്ലോട്ടിങ്, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം മദേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ബ്ലോട്ടിങ്. ഇതൊക്കെ കുറയ്ക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി 10th വൺ എന്ന് പറയുന്നത് പനീറാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കൊക്കെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി പ്രത്യേകിച്ച് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പനീറെങ്കിലും ഡയറ്റിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഈസിലി ഡൈജസ്റ്റബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ സോഴ്സ് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക്